പറയും മാഡം. ആ നാട് ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ്. മുസ്ലിം കുടുംബത്തിലെ ഒരു അംഗമാണ്. ഞാനൊരു വീട്ടമ്മയാണ്. കുഞ്ഞുനാൾ മുതൽ എന്താന്നറിയില്ല, ഒരു ദൈവവിശ്വാസം ഉണ്ട്. നല്ലൊരു ദൈവവിശ്വാസത്തിൽ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. എന്റെ അച്ഛനും സ്പിരിച്വലില് കുറെ കാര്യങ്ങളെല്ലാം അങ്ങനെ എപ്പോഴും വീട്ടിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് നല്ല താല്പര്യമൊക്കെ ആയിരുന്നു അതില്. അപ്പൊ കല്യാണമൊക്കെ ആവുമ്പോൾ ഞാൻ കൂടുതൽ നിസ്കാരമൊക്കെ പഠിക്കാനും ഭർത്താവിന്റെ വീട്ടുകാർ അങ്ങനെയുള്ളതായതുകൊണ്ട് അതൊക്കെ പഠിക്കണം എന്നൊക്കെ ഒരുപാട് താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങി. ഞാൻ അതിന്റെ അറിയാതെ ഇൻവോൾവ് ആകുമോന്ന് പേടിച്ചിട്ടായിരിക്കും എന്റെ അച്ഛൻ പറഞ്ഞിരുന്നത്, നീ ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങണ്ട. ഒരുപക്ഷെ താല്പര്യം കൂടി ഞാൻ അതില് ഒരുപക്ഷെ ഭൗതികത ഇഷ്ടപ്പെടാതെ അങ്ങനെ പോകുമല്ലോ, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അച്ഛൻ എന്നെ വിലക്കിയിരുന്നു. ഒരു 50 വയസ്സൊക്കെ ആവട്ടെ നിനക്ക്, എന്നിട്ട് നീ ഫുൾ അതില് ആത്മീയാന്വേഷണത്തിൽ നിന്നോ എന്നൊക്കെ പറഞ്ഞ് അന്ന് എന്നെ ഒരു കളിയാക്കുന്ന മട്ടിലൊക്കെയാണ് അച്ഛൻ സംസാരിച്ചിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞ് ഞാൻ മെഡിറ്റേഷനോ ഒന്നും പഠിച്ചിരുന്നില്ല, ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ മെഡിറ്റേഷൻ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ, ധ്യാനം അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ പിന്നെ സാധാരണ ഭൗതികതയിൽ നല്ല രസകരമായ ജീവിതങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോയി. ഇപ്പൊ എനിക്ക് 54 വയസ്സായി. ഒരു 15-16 കൊല്ലം മുമ്പ് പെട്ടെന്ന് എനിക്കൊരു ശ്വാസം മുട്ടലിന്റെയും അലർജിയുടെയും പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ പല ഡോക്ടർമാരെ എല്ലാം കണ്ടും എനിക്ക് മരുന്ന് കഴിച്ചും ഒന്നും ശരിയാകുന്നില്ല. തനിയെ വന്നതാണ്. എനിക്ക് ചെറുപ്പത്തിൽ ശ്വാസം മുട്ടലൊന്നും ഇല്ലായിരുന്നു. സാർ കേൾക്കുന്നുണ്ടോ അല്ലെ? അപ്പൊ അങ്ങനെ അങ്ങനെ പല ഡോക്ടർമാരെയും കാണിച്ച് ഒടുവിൽ കുറച്ച് മെഡിസിൻ എല്ലാം എടുത്ത് ഞാനിങ്ങനെ മതിയായി, ഇനി ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാന്ന് വെച്ച് മിണ്ടാതെ ചെറിയൊരു ഗുളിക മാത്രം കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അലർജിക്കുള്ള ഗുളിക മാത്രം കഴിച്ച് ഫുഡില് ഭയങ്കര കൺട്രോൾ, നോൺ വെജ് ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു 15 കൊല്ലത്തോളം അങ്ങനെ പോയി. അപ്പോഴാണ് ഈ യൂട്യൂബൊക്കെ വന്നപ്പോൾ അതിൽ മെഡിറ്റേഷനെ കുറിച്ചൊക്കെ കണ്ടു. അപ്പൊ ഞാൻ അതിൽ നോക്കും, കൂടുതൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു അതിലൂടെ. അത് നല്ലൊരു എന്താ പറയാ, ഒരു മീഡിയ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോൺ എന്താ വെച്ചാൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് കൂടുതൽ പഠിക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിൽ താല്പര്യമുള്ളവർ അധികം നമ്മുടെ ചുറ്റിലൊന്നും ഇല്ലല്ലോ. ആരോടും സംശയം ചോദിക്കാനും പറഞ്ഞു തരാനും എനിക്കെന്നും ഈശ്വരാന്വേഷണം മനസ്സിലെന്നും കൊണ്ടു നടക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് പലർക്കും ഇതിലൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയമൊന്നും ആരോടും സംസാരിക്കാറില്ല. അപ്പോഴാണ് യൂട്യൂബിലൂടെ ഇങ്ങനെ പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം ഓരോരുത്തരുടെ വീഡിയോസും എല്ലാം കാണുമ്പോൾ അങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പൊ ഇങ്ങനെ അതിന് 3-ാം കണ്ണ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ഇതൊക്കെ എന്തായിരിക്കാന്ന് സ്വയം ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ എനിക്കും തോന്നി, എന്താണ് ഈശ്വരൻ, എന്താണ് ഈ ആത്മാവ്, എന്താണ് എന്നൊക്കെ. ഇതിൽ അച്ഛനെല്ലാം മരിച്ച് 10-15 കൊല്ലായിരുന്നു. പക്ഷെ അച്ഛന്റെ മരണസമയത്ത് ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഈ റൂഹ് പോകുന്ന സമയത്ത് കാലിൽ നിന്നാണ് അത് തുടങ്ങിയതും. 2-3 മണിക്കൂറിന്റെ പ്രോസസ് ആയിരുന്നു ആ മരണം. അവസാനം കണ്ണിന്റെ അവിടെയൊക്കെ എത്തുമ്പോൾ അച്ഛൻ വല്ലാതെ കണ്ണിറുക്കി അടച്ച് അതോടുകൂടി ശ്വാസം നിലയ്ക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചെല്ലാം ഇപ്പൊ ഇങ്ങനെ ആലോചിക്കാം, എന്തിനായിരിക്കും അച്ഛൻ എങ്ങനെ കണ്ണൊക്കെ ഇറുക്കി അടച്ചത്? അതിലൂടെയാണോ ജീവൻ പോകുന്നത് തലയിലൂടെ? എന്താണോ അവിടെ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഒരു 2021 ഞാൻ യൂട്യൂബില് ധാരാളം ഞാൻ എന്നും ഖുറാനൊക്കെ പഠിക്കുന്ന ആളാണ്, വായിച്ച് മനസ്സിലാക്കി പഠിക്കുന്ന ആളാണ് മലയാള ഭാഷയിൽ തന്നെ. അപ്പോ 2021 ഇങ്ങനെ യൂട്യൂബില് ദിക്റുകളെല്ലാം ധാരാളം ഉണ്ട്. അപ്പൊ അതെല്ലാം എടുത്ത് ഞാൻ അടുക്കള ജോലികളൊക്കെ ചെയ്യുന്നതിനിടയില് ഇതെല്ലാം കേട്ടുകൊണ്ടേ ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി തുടങ്ങി ആ ദിക്റുകളിലെല്ലാം. എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം. അപ്പൊ ഈ ദിക്റുകൾ കേൾക്കുമ്പോ ഞാൻ വെറുതെ ഇങ്ങനെ ആത്മാവിനെ കുറിച്ചൊക്കെ ചിന്തിക്കും. എന്താണാവോ ഈ റൂഹ്, പടച്ചവൻ എങ്ങനെയാണാവോ എന്നൊക്കെ ഇങ്ങനെ ഒരു അന്വേഷണം ഉള്ളിൽ എന്തുണ്ടായിരുന്നു. കൂടെ എന്റെ ഈ ആസ്മയും ഉണ്ട്, അലർജി ആസ്മയും കൂടെ ഉണ്ട്. അങ്ങനെ ഞാനിങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി, മെഡിറ്റേഷൻ ചെയ്തിട്ട് ഈ ഒരു പക്ഷേ ഈ അലർജിക്ക് കുറവുണ്ടാവും, മാറും എന്നൊക്കെയല്ലേ പറയുന്നത്, നമുക്ക് മെഡിറ്റേഷൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരാഴ്ചയെ ഞാൻ ഇരുന്നുള്ളൂ സാർ. അങ്ങനെ ധ്യാനത്തിലിരുന്നു. എന്റെ ശ്വാസത്തെയാണ് ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരാഴ്ചയോളം ആയുള്ളൂ, 3 മാസത്തോളം ഞാൻ ദിക്റുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. 2-3 മാസത്തോളം പകല് മുഴുവൻ ദിക്റുകൾ കേൾക്കും. അടുക്കള പണിക്കടയിലെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അതിലെന്നെ ലയിച്ചിരിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ എന്താ സംഭവിച്ചതെന്ന്. അതിനുശേഷം വീട്ടുപണി കഴിഞ്ഞ ഒരു 1 മണിയാവുമ്പോൾ 1:30 ഞാൻ വന്ന് മെഡിറ്റേഷനിൽ ഒരു 1/2 മണിക്കൂർ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ ഒരാഴ്ച തുടർന്നു. ഒരാഴ്ച കഴിഞ്ഞതും
ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് കണ്ണിനകത്ത് ഇങ്ങനെ ഒരു വർണ്ണം വരാൻ തുടങ്ങി. അതൊരു ഇളം റോസ് നിറത്തിലുള്ള ഒരു നിറമായിരുന്നു അത്. അതിങ്ങനെ ഒരു മേഘം കൂട്ടങ്ങൾ ഇങ്ങനെ പറന്ന് വരുന്നത് പോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ എന്റെ മുഖത്തിന് ചുറ്റുമോ, ഇനി അത് കണ്ണടയ്ക്കുമ്പോൾ അത് എവിടെയാ വരുന്നതെന്നറിയില്ല, മൊത്തം എനിക്ക് ഈ നിറമാണ് കാണാൻ കഴിയുന്നത് കണ്ണടച്ചാലും. അങ്ങനെ അത് 2-3 ദിവസം ഇങ്ങനെ 3-4 ദിവസം ഇങ്ങനെ തുടർന്നു. എന്റെ മനസ്സിൽ മുഴുവൻ ഈ ആസ്മ അലർജി ശ്വാസമുട്ടൽ എങ്ങനെയെങ്കിലും മാറിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു. അതിനാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് ധ്യാനം. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞതും, അതന്നെ ഈ വർണ്ണം വന്ന് 3-4 ദിവസം കഴിഞ്ഞതും, ഒരു ദിവസം ഞാൻ മെഡിറ്റേഷനിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വർണ്ണം വന്നു. മുഖം മുഴുവൻ ഇങ്ങനെ അറിയുന്നു. അന്നേരമുണ്ട് പിന്നീട് എനിക്ക് ഒന്നും ഓർമ്മയില്ല സാർ എന്താ സംഭവിച്ചതെന്ന്. എനിക്ക് ഓർമ്മ വരുമ്പോൾ എന്നും ഞാൻ ഉച്ചയ്ക്ക് 1:30ക്കാണ് മെഡിറ്റേഷൻ ഇരിക്കുക. 2 മണി വരെ എണീറ്റിട്ട് നോക്കുമ്പോൾ 2 മണി 2:15 ആയിട്ടുണ്ടാവും. അന്നും അതുപോലെ നോക്കുന്നു. പെട്ടെന്ന് ഇരുന്നത് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ ഒപ്പം തന്നെ എന്റെ ഉള്ളിലാണോ എന്റെ പുറത്താണോ ഒരാൾ കൂടി ഉണ്ട്. പിന്നെ എന്റെ നെഞ്ചോളം ഒരു രൂപം കൂടി ഉണ്ട്, നെഞ്ചിന്റെ അത്ര പൊക്കത്തില്. ഇങ്ങനെ 3 രൂപങ്ങളെയാണ് ഞാൻ കാണുന്നത്. കണ്ടടച്ച് തന്നെയാണ് കാണുന്നത്. നമ്മളുടെ രൂപത്തിന്റെ അതേ രൂപം ചെറുതായിട്ട്. അതെ സാർ, അതേ. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുന്നു, കണ്ണടച്ചിട്ട് എന്നെ ചോദിക്കുന്നു. എനിക്ക് ഭയം തോന്നി, ഇതാരാണ് ഇത് എന്നോടൊപ്പം തന്നെ ഇരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നു എന്നോട് തന്നെ. അപ്പോഴുണ്ട് അകത്ത് നെഞ്ചോടൊപ്പം ഉള്ള ഒരു രൂപം വന്നിട്ട് ഈ വാച്ചിന്റെ പെൻഡുലം ആടുന്നത് പോലെ ഫ്രണ്ടിലോട്ടും പുറകിലോട്ടും പതുക്കെ പതുക്കെ ആടുന്നു. ഞാനും അതിന്റെ ഒപ്പം തന്നെ ചലിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തത്, എന്നെ തള്ളിയിടുകയാണ് അത് പുറകിലോട്ടും. അങ്ങനെ ശരിക്കും ശക്തി കൊടുക്കുന്നു എന്റെ മേലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതെന്താ ഇങ്ങനെയൊക്കെ കാണുന്നതെന്ന് ഭയം തോന്നിയിട്ട് ഞാൻ കണ്ണുകൾ തുറന്നു. കുറച്ചു നേരം കണ്ടു. എന്നിട്ട് കണ്ണുകൾ തുറക്കുമ്പോൾ ഞാൻ കണ്ണടച്ചിരുന്ന ആ ചലനമല്ലായിരുന്നു എനിക്ക് സംഭവിച്ചത്. ഞാൻ അതിശക്തമായി കുലുങ്ങുകയായിരുന്നു സാർ. ശക്തമായി കുലുങ്ങാന്ന് പറഞ്ഞാൽ ചമ്രമടഞ്ഞ് താഴെ ഇരിക്കുകയായിരുന്നു, നിലത്ത് താഴെയിരിച്ചിട്ട്. അതിശക്തമായിട്ട് കുലുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്റെ ചലനത്തെ നിയന്ത്രിക്കാനാവുന്നില്ല. ഞാൻ 2 കൈയും കൊണ്ട് നിലത്ത് ഇങ്ങനെ ഇറുകെ പിടിച്ച് കുറെ നേരം നിന്ന ശേഷമാണ് ആ ചലനം നിൽക്കുന്നത്. ആ ചലനം നിൽക്കുമ്പോൾ എന്റെ ഇയർ ബാലൻസ് എല്ലാം പോയി. എനിക്ക് തലയൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇതെന്നാ സംഭവിച്ചതെന്നൊന്നും എനിക്ക് അറിയുന്നില്ല സാർ. ഞാൻ അവിടെ നിന്ന് എണീറ്റു. 1-2 ദിവസം കഴിഞ്ഞ് എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ആരോടും പറയാനും ഭയം തോന്നി. അവസാനം ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി, ഇത് എന്താണെന്ന് അറിയുന്നില്ല. മെഡിറ്റേഷൻ ചെയ്തപ്പോഴാണ്. അപ്പൊ ഭർത്താവ് എന്നെ കളിയാക്കി ചോദിച്ചു, ഇതൊക്കെ ഋഷിമാർക്കും മഹർഷിമാർക്കൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ, നിനക്ക് എന്തിനാ ഇതൊക്കെ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു എന്നോട് കളിയാക്കി. അപ്പൊ ഞാനും അതങ്ങനെ വിട്ടു. പക്ഷെ ഒരു ഭയം കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അതിനൊപ്പം നെറ്റിയില് മധ്യഭാഗത്തായിട്ട് എന്നും ഒരു മിടുപ്പുണ്ടാവും. എന്നും രാവും പകലും അത് ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. ഇതെന്തായിരുന്നു സാർ ഇതിങ്ങനെ കാണുന്നത്? നെറ്റിയിലെ മിടുപ്പുണ്ടാവും എന്ന് പറഞ്ഞാല് നിങ്ങളുടെ 3-ാം കണ്ണ് വരെയുള്ള ട്രാക്ക് അത്രയും ഓപ്പണാണ്, അത്രയും ഓപ്പൺ ആയി കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ തന്നെ ശരീരം പഞ്ചകോശ നിർമ്മിതമാണ്. വെച്ചാല് 5 ലെയർ ഉണ്ട് നമ്മളുടെ ശരീരത്തിൽ. അതേപോലത്തെ നമ്മളുടെ ശരീരം ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു എനർജി, അതായത് ഒരു വൈദ്യുത മണ്ഡലമുണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് മനസ്സ് ബുദ്ധി അടങ്ങുന്ന ഒരു മണ്ഡലമുണ്ട്. അതുപോലെ അതിന്റെ ഉള്ളിലായിട്ട് പിന്നെ വീണ്ടും നമ്മളുടെ ആത്മാവിന്റെ ഒരു ലെയർ, ആനന്ദമയ കോശം എന്ന് പറഞ്ഞിട്ട് അതും ഉണ്ട്. ഇങ്ങനെ 5 ലെയറായിട്ടാണ് നമ്മള് ഇതേപോലത്തെ 5 ലെയർ ഉള്ളിലേക്ക് മൊത്തം 4 ലെയർ വേറെ ഉണ്ട്. അപ്പൊ അങ്ങനെ 5 കോശാണ്. നമ്മള് ഏറ്റവും പുറത്ത് കാണുന്ന അന്നമയ കോശം എന്ന് പറയും. അതായത് പദാർത്ഥം. ഇതിന്റെ ഉള്ളിൽ കൂടെ ഊർജം ഒഴുകുന്നുണ്ടല്ലോ. അത് അങ്ങനത്തെ അതിന്റെ ഒരു ഊർജ ശരീരമുണ്ട്. അപ്പൊ ഈ 3 കണ്ടത് എന്റെ ശരീരം തന്നെയാണ്. ശരീരത്തിന്റെ ഉള്ളിലെ ഓരോ ലെയറാണ് കണ്ടത്. ലെയറാണ്. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടി. അത്രയും ആഴത്തിലേക്ക് നിങ്ങൾ പോയത് കൊണ്ടാണ്. പിന്നെ ആ മെഡിറ്റേഷൻ കഴിഞ്ഞ് എണീച്ചപ്പോ സമയം എത്രയായിട്ടുണ്ടായിരുന്നു? സമയം അപ്പൊ ഞാൻ നോക്കുമ്പോ 2:15 പക്ഷെ എനിക്ക് ഓർമ്മയോടെ ഞാൻ നോക്കുമ്പോ 1:30 ആ സമയം വരെ എനിക്ക് ഓർമ്മയില്ല. ഒരു 3/4 മണിക്കൂർ കൊണ്ട് നിങ്ങൾ അത്രയും ആഴത്തിലേക്ക്
അത് ശരി. അത്രയും ആഴത്തിലേക്ക് പോയിട്ടുണ്ട്. ആ അത് ശരി. ട്രാക്കൊക്കെ ഓപ്പൺ ആയതുകൊണ്ടാണ്. ചെറുപ്പം മുതൽക്ക് തന്നെ ആ ആധ്യാത്മിക മനസ്സായതുകൊണ്ടേ അത് ശരി. അപ്പൊ നമുക്ക് അങ്ങനെ ആ ഒരു അത് കഴിഞ്ഞ് ഉം, അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം കൂടി ഞാൻ പിന്നെ ദിവസവും ഞങ്ങളുടെ ഖുറാനിലെ യാസീൻ എന്ന ഭാഗം, ഉം, ഖുറാന്റെ ഹൃദയഭാഗം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഉം, ഉം, അപ്പൊ യാസീൻ എന്ന ഭാഗം ഞാൻ എന്നും പാരായണം ചെയ്യാറുണ്ട്. ഉം, ഒരു ദിവസം രാവിലെ 6 മണിക്ക് ഈ സംഭവത്തിന് ശേഷം ഉം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ദിവസം ടെലിപ്പതി കൂടി വർക്കായി സാർ. ആ, ഞാൻ ആരെങ്കിലും വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഓക്കെ. പെട്ടെന്ന് എന്നെ ആ, വിളിക്കും. ആ, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും വീഡിയോസ് അയച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച് അവരെനിക്ക് അത് അയച്ചു തരുന്നു. ആ, very good. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ ആ, സാധ്യതയുണ്ടോ? അപ്പൊ പിന്നെ അതാണ് ആ ലെയറിൽ എത്തിക്കഴിയുമ്പോ ആ അങ്ങനെ ഇങ്ങനെയുള്ള സിദ്ധികൾ എന്റെ ഓരോന്നായിട്ട് ചേച്ചി പുറത്തു വരും. അത് തന്നെ മുഴുവനായിരുന്നു. എന്റെ ചേച്ചിക്ക് ഞാൻ അത് രാവിലെ നിസ്കാരം കഴിഞ്ഞിട്ട് 2-3 പിന്നെ വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ ഇതിൽ 2-3 അയച്ചു കൊടുക്കണം എന്ന് ഞാൻ കരുതി. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ അവൾ എനിക്ക് എങ്ങോട്ടാണ് അയച്ചു തരുന്നത് ആ 3 വീഡിയോസ്. ഉം. പിന്നെ എന്റെ മോൾക്ക്, പിന്നെ എന്റെ കൂട്ടുകാരിക്ക്, ഇങ്ങനെ ഓരോന്ന് സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ടെലിപ്പതി എന്തോ വർക്കാവുന്നുണ്ടോ അതെ അതെ. എന്നൊക്കെ എനിക്ക് അങ്ങനെ സംഭവിച്ചു. അതുപോലെ നമ്മളൊരാളെ തീരെ വിളിക്കണം ഞാൻ എന്ന് വിചാരിച്ചാല് പ്രതീക്ഷിക്കാത്ത ആളുകളെല്ലാം മനസ്സുകൊണ്ട് ഞാൻ വിചാരിക്കുമ്പോഴത്തേക്കും അവർ അവര് എന്നെ ഫോണിൽ വിളിക്കും. കോണ്ടാക്ട് അവര് ചെയ്യണമെന്ന് വിളിക്കും. ആവശ്യപ്പെടുന്നു. അവര് വിളിക്കും. കാരണം അതെ അതെ. നമ്മൾ വിചാരിക്കുന്ന ആളുകള് അല്ലെങ്കിൽ നമ്മൾ അതെ വിളിക്കുമ്പോ സാർ. അവരത് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. അതെ അല്ലെങ്കിൽ അതെ അങ്ങനെ സംഭവിച്ചു. അവര് വിചാരിക്കുമ്പോ അല്ല നമ്മൾ സെയിം അതേ വിചാരിക്കുമ്പോ അവര് വീഡിയോസ് വിളിക്കും. ആണ് സാർ അവരെനിക്ക് അയച്ചു തരുന്നത്. ഞാൻ അവർക്ക് അയക്കാൻ ഉദ്ദേശിച്ച വീഡിയോ അവരെനിക്ക് അയച്ചു തരുന്നു. ഓക്കെ ഓക്കെ. അപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിയത് ഇതെന്താ ഇങ്ങനെ. പിന്നെ ഈ നെറ്റിയിലെ മിടിപ്പ് അത് ഇപ്പോഴും വരും. ഞാൻ എന്തോ ഈശ്വരനെ കുറിച്ച് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഉടനെ നെറ്റിയിലെ മിടിപ്പ് വരും. അല്ലെങ്കിൽ നല്ല ഈ ഭക്തി ഗാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇസ്ലാമിന്റെ ആയാലും ശരി ഏത് മതത്തിന്റെ ആയാലും ശരി, കേൾക്കുമ്പോൾ എനിക്ക് നെറ്റിയിൽ ഇങ്ങനെ മിടിക്കാൻ തുടങ്ങും നെറ്റിക്കകത്ത്. നല്ല അങ്ങനെ അനുഭവങ്ങളാണ്. അത് എന്താ സാർ? നല്ല അനുഭവങ്ങളാണ് പറയാ. നിങ്ങള് ഇത് നമ്മള് കഴിഞ്ഞിട്ട് സാർ ഇനി ഒരു അനുഭവം കൂടി ഉണ്ടായി എനിക്ക്. 1-2 അനുഭവം. ഇത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഞാൻ സാധാരണ പതിവ് പോലെ രാവിലെ 6 മണിക്ക് ഇയർഫോൺ കാതിൽ വെച്ച് യാസീൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കേൾക്കാനിരുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ സാർ. പിന്നീട് ഞാൻ വേറെ ഏതോ ഒരു സ്ഥലത്താണ്, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വേറെ ഏതോ ഒരു സ്ഥലത്ത് ഞാൻ ഇരിക്കുന്നു, ഒരു വലിയൊരു കസേരയിൽ ഞാൻ ഇരിക്കുന്നു. ഒരു 4-5 സ്ത്രീകൾ, 5-6 സ്ത്രീകൾ പല പ്രായത്തിലുള്ളവരാണ്. അവരെന്നെ പരിചരിക്കുന്നു സാർ. അടുത്ത് നിന്നിട്ട് ഞാൻ ഇരിക്കുന്നു, ഒരു അതിഥിയെ പോലെ അവരെന്നെ പരിചരിക്കുന്നു. അന്നേരം ഞാൻ വളയിടുന്ന എന്റെ കൈത്തണ്ടയുടെ പുറകിൽ കൂടി മേലെ കൂടി സ്നേഹം ഫീൽ ചെയ്യുന്നു സാർ. എനിക്ക് കൈത്തണ്ടയിലൂടെ സ്നേഹം ഫീൽ ചെയ്യുന്നു. ഞാൻ വളരെ അത്ഭുതപ്പെടുന്നു അതില്. കാരണം എന്താ വെച്ചാല് നമുക്ക് സ്നേഹം ഫീൽ ചെയ്യുന്നത് മനസ്സിലല്ലേ. ഇതെന്താ കയ്യിലൂടെ ഇങ്ങനെ സ്നേഹം ഞാൻ അറിയുന്നത്? അതെങ്ങനെയാ പറയാ സാർ, എനിക്കറിയില്ല. ഒരു ചൂട് കാറ്റ് ഇപ്പൊ നമ്മുടെ കയ്യിൽ തട്ടിയ, അല്ലെങ്കിൽ ഒരു തണുത്ത കാറ്റ് കയ്യിൽ തട്ടിയാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും, അതുപോലെയാണ് സ്നേഹം ഫീൽ ചെയ്യുന്നത്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അവിടെ ഞാൻ സമയത്തല്ലേ, ആ സ്വപ്നത്തിലല്ലേ, സ്വപ്നമല്ല ആ സാർ, കാഴ്ചയിലല്ലേ, ആ കാഴ്ചയിൽ ആ മെഡിറ്റേഷനിൽ സംഭവിച്ചതല്ലേ? അതെ അതെ. എന്നിട്ട് ഞാൻ ആ സ്ത്രീകളെല്ലാം നോക്കുമ്പോൾ അവര് പല പ്രായത്തിലുള്ളവരാണ്. എന്റെ അടുത്തു നിന്നാണ് അവര് ചെയ്യുന്നത്. എനിക്ക് അവരൊന്നും എന്നോട് സംസാരിക്കുന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് അറിയുന്നു ഇത് ഈശ്വരൻ അവരെ ഈ പരിചരണത്തിന് നിയോഗിച്ചതാണെന്നും അവരവരുടെ ജോലികൾ നല്ല സംതൃപ്തിയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ കൂടുതൽ സ്നേഹത്തോടു കൂടിയിട്ട് ഇങ്ങനെ. അപ്പൊ ഞാൻ എന്ത് വിചാരിക്കുന്നു, ഇവർക്ക് ചെയ്യുന്ന ജോലിയിൽ ഇത്രയും ആത്മാർത്ഥത. അപ്പോ അവര് നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരവരുടെ ജോലി നോക്കും പോകുന്നല്ലാതെ അത് നമുക്ക് അവരുടെ മനസ്സ് മുഴുവൻ വായിച്ചെടുക്കാൻ സാധിക്കുന്നു മുഴുവനായിട്ടും അവിടെ വെച്ചിട്ട്. എനിക്ക് അവരുടെ ഉള്ളിൽ പല പ്രായത്തിലുള്ളവരാണെങ്കിലും ഒരു സീനിയോറിറ്റി ജൂനിയർ ആയിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. എല്ലാവരും ഈക്വാലിറ്റിയിലാണ് അവിടെ. ഒരു 6-7 സ്ത്രീകളെയാണ് ഞാൻ കണ്ടത് അവിടെ. അത് എന്താണ് പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് എനിക്ക് അറിയുന്നുണ്ട് ഞാൻ മെഡിറ്റേഷനിൽ ഇരുന്ന വ്യക്തിയാണെന്ന്. പക്ഷെ എനിക്ക് തിരിച്ചു പോരണമെന്ന് മനസ്സ് തീരെ ഇഷ്ടാവുന്നില്ല. അവിടെ തന്നെ നിന്നുകൂടാനാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് വരേണ്ടി വന്നു. തിരിച്ച് ഞാൻ മെഡിറ്റേഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ എവിടെയാ പോയത്, ഇരുന്ന് മെഡിറ്റേഷൻ തന്നെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും യാസീൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അനുഭവം കൂടി ഉണ്ടായി സാർ. നല്ല അനുഭവം. ഇത് എവിടെയായിരിക്കും? അത് എനിക്ക് പറയാൻ വയ്യ എവിടെയാണ്. എന്തായാലും അറിഞ്ഞൂടാ സാർ. അതറിഞ്ഞൂടാ. നിങ്ങള് ചെയ്യുന്ന ആ സംഭവം ഉണ്ടല്ലോ, ഓതല്, അതിൽ അത് നിങ്ങൾ കേൾക്കുന്നതിന് പകരം അത് ഓതാൻ കണ്ണ് അടച്ചാൽ അത് ഓതാൻ പറ്റുമെങ്കിൽ നോക്കും. ശരി സാർ. പിന്നെ ഒരു വർഷം മുൻപ് മറ്റൊരു അനുഭവം ഉണ്ടായി സാർ.
ഉം. ഞാനങ്ങനെ കണ്ടിന്യൂ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളൊന്നും അല്ല. ഞാൻ അതെല്ലാം നിർത്തി. അന്നത്തോടുകൂടി പേടി തോന്നിയത് കൊണ്ടാണ് നിർത്തിയത്. ഇതിങ്ങനെ പോയാൽ എന്താവും എനിക്ക് തന്നെ അറിയില്ലല്ലോ. ഉം. അപ്പൊ ഒരു വർഷം മുൻപ് ഞാൻ വെറുതെ ഡിവൈൻ വണ്ണസ് ഒന്ന് പ്രാക്ടീസ് ചെയ്തു. എങ്ങനെയാ വെച്ചാൽ എന്റെ വീടിന്റെ അടുത്ത് ഒരു മരമുണ്ട്. ഞാൻ ഒരു ദിവസം രാവിലെ വെറുതെ ഉച്ചയാകുമ്പോ അതിന്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഞാൻ വെറുതെ മരത്തിനെ നോക്കി ചിന്തിക്കുകയായിരുന്നു, നിന്റെ ഉള്ളിലെ ഊർജവും എന്റെ ഉള്ളിലെ ഊർജവും ഒന്ന് തന്നെയാണ്, നമ്മൾ രണ്ടുപേരും ഒന്നാണ് എന്നൊക്കെ മനസ്സുകൊണ്ട് വെറുതെ അതിനോട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിഭയങ്കരമായൊരു ആനന്ദം വന്നു എനിക്ക്. ആ ആനന്ദം ആസ്വദിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കണ്ണുകളൊക്കെ മുറ്റത്ത് ചെയറിലിരിക്കുകയായിരുന്നു. അപ്പൊ കണ്ണുകളടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ചുറ്റും ഒരു നീലപ്രകാശം, അതിമനോഹരമായ ഒരു നീലപ്രകാശമാണ് എനിക്ക് ചുറ്റും അപ്പൊ കാണാൻ കഴിയുന്നത്. കണ്ണടച്ച് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു നീല വന്ന് അങ്ങനെ എന്നെ പൊതിയുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ ഞാൻ ശരിക്കും കണ്ണൊന്നും തുറക്കാനൊന്നുമില്ല, ഇത് ആസ്വദിച്ച് തന്നെ ഇരിക്കാന്ന് വെച്ചിട്ട് ഞാൻ അതങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഒരു ഇതിലായിരുന്നു. അത് മുഴുവൻ അങ്ങനെ ആസ്വദിച്ച് അവസാനം എനിക്ക് കണ്ണ് തുറക്കായി, കുറെ നേരമായല്ലോ എന്ന് വെച്ച് കണ്ണ് തുറക്കുമ്പോഴാണ് ആ നീല എന്നിൽ നിന്നും മാഞ്ഞത്. ഇതെന്തായിരിക്കും സാർ? അതൊക്കെ നമ്മള് എന്താ പറയാ, ഊർജത്തിന്റെ ഒരു ഇതാണ്. ഈ എൻലൈറ്റ്മെന്റിനോട് അടുക്കും തോറും ഇത്തരത്തിലുള്ള പ്രകാശങ്ങൾ നമ്മുടെ ഓരോ ചക്രാസിന്റെ നിറാണതേ. അത് നല്ല കടും നീല നിറായിരുന്നു. കടും നീല, നല്ല ഭംഗിയുള്ള നിറായിരുന്നു. പിന്നെ അത് തന്നെ മുഴുകിയിരുന്നാല് അടുത്ത കളറിലേക്ക് വരും. അങ്ങനെ പോയി ഗോൾഡൻ യെല്ലോ ലൈറ്റ്, വൈറ്റ് ലൈറ്റ്, അങ്ങനെ അതിലേക്ക് ബ്ലൂ കഴിഞ്ഞാല് നിങ്ങക്ക് പിന്നെ വയലറ്റ് കാണും. അതെ, ഫസ്റ്റ് ഞാൻ ആ 3 ലെയർ കാണുന്ന സമയത്ത് എനിക്കൊരു വയലറ്റ് പോലെ ഒരു കുങ്കുമ നിറമാണ് സാർ കണ്ടത്. വയലറ്റും കുങ്കുമ നിറവും കൂടി കലർന്നൊരു ഓരോ ചക്രാസിന്റെ നിറങ്ങളാണ്. അതാണ് തന്നെയാണ് റെയിൻബോന്റെ നിറങ്ങള്. ഈ കളറൊക്കെ ഇതിലുണ്ട്. നമ്മള് ഏത് ലെയറിലാണോ എത്തിയത്, അല്ലെങ്കിൽ ഏത് ചക്രയിലാണോ എത്തിയത്, അതിനനുസരിച്ച് ഉള്ള നിറം നമുക്ക് കാണും, വർണ്ണം കാണും. അപ്പൊ അതൊന്നും വിഷയാക്കണ്ട. അവസാനം നല്ല പൂനിലാവ് കാണും, നിലാവ് ഉദിച്ചത് കാണും. എനിക്ക് പിന്നെ ഈ എന്ത് ലോകത്തില് പൊതുവെ ഭൗതികതയോടൊന്നും വലിയ താല്പര്യമില്ല സാർ. എനിക്കിങ്ങനെ നേച്ചറുമായിട്ടാണ് കൂടുതൽ. എവിടെയെങ്കിലും മലകൾ കാണാനും നല്ല മരക്കൂട്ടങ്ങൾ കാണാനും ഇതൊക്കെയാണ് ഇഷ്ടം. നല്ല പൗർണമി കാണാനും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ആയിരിക്കും അത്. അപ്പോ അത് അങ്ങനെ ആയിരിക്കാനേ വഴിയുള്ളൂ. അതായത് നമ്മളെ ഇന്ദ്രിയങ്ങൾ അകത്തോട്ട് തിരിഞ്ഞ ആളുകള്, അവർക്ക് നമുക്ക് മറ്റു കാര്യങ്ങളിലല്ല ശരിക്ക് താല്പര്യം. ഇനി ഇത് തന്നെ ഒരു സ്ഥലത്ത് യാത്ര ചെയ്തിട്ട് അത് കാണുന്നതിനേക്കാൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് കാണാനായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവും. സാർ എനിക്ക് കാണാൻ താല്പര്യമാണ്. പക്ഷെ മെഡിറ്റേഷൻ പലരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇത് മെന്റലിന് വല്ല പ്രശ്നമാകുമോ എന്നൊക്കെ പേടിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലെ? അങ്ങനെ ആവുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതായത് മെന്റലി പ്രശ്നമുള്ള ആളുകൾ ഇരുന്നാലും ഈ കാഴ്ച കാണും, ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണും. മെന്റലി പ്രശ്നമുള്ള ആളുകള്, ആൾറെഡി പ്രശ്നമുള്ള ആളുകൾക്കും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണും. അത് മായക്കാഴ്ചകളാണ്. പക്ഷേ ആരോഗ്യമുള്ള മനസ്സുള്ള ഒരാള് പോസിറ്റീവായിട്ടുള്ള ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവമാണ്. ഇതിൽ തന്നെ മുഴുകിയിരുന്നാൽ പേടിക്കാനേ ഇല്ല. കണ്ട അനുഭവമൊക്കെ പോസിറ്റീവ് തന്നെയാണോ സാർ? വളരെ പോസിറ്റീവാണ്. നിങ്ങളെ അത്രയും ആ എനർജി ചാനൽസ് നിങ്ങളുടെ അത്രയും ഓപ്പണാണ്. നിങ്ങൾ ഇങ്ങനെ അത്രയും ഓപ്പണാണ്. നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പരിശീലനം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അടുത്ത ലെയറിലേക്ക് പോകാൻ. ഒന്നും ഇനി അറിയാനൊന്നുമില്ല. ഇത് തന്നെ നിങ്ങളത് സ്ഥിരമായിട്ട് ആ ഭീതി ഒഴിവായിട്ട് നിങ്ങളുടെ മതത്തിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു ധ്യാനിക്കുക എന്നുള്ള സിസ്റ്റം ഇല്ല സാർ. ഞങ്ങളുടെ നബിയൊക്കെ മെഡിറ്റേഷൻ ചെയ്തതാണെന്ന് പറയുന്നുണ്ടല്ലോ, ഹിറാ ഗുഹയിൽ ചെന്ന് ചെയ്തു. പക്ഷേ അടിസ്ഥാനത്തില് എവിടെയും അങ്ങനത്തെ ഒരു സാധനം വേറെ എവിടെയും അത് പ്രോത്സാഹിപ്പിച്ച് കണ്ടില്ല. പിന്നെ സൂഫിസത്തിലാണ്. സൂഫിസത്തിന്റെ വഴിയാണ് ഇപ്പൊ നിങ്ങൾ. സൂഫിസത്തിന്റെ വഴിയിലാണ് നിങ്ങൾ.
അതെ, ഞാന് സൂഫിസത്തെ കുറിച്ചും കുറെ പഠിച്ചിരുന്നു യൂട്യൂബിലെല്ലാം. ആ വഴിയിലാണ്. അപ്പൊ അതിലാണ് ഇങ്ങനെ ശ്വാസത്തെ ശ്രദ്ധിച്ച് നോക്കാനും അതെ. മൂക്കിന്റെ താഴെയായിട്ടുള്ള ഭാഗങ്ങൾ പ്രസ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോ ഞാൻ അതുപോലെയൊക്കെ ചെയ്തിട്ടായിരുന്നു. ഇതിലും അത്ഭുതം എന്താ വെച്ചാൽ ആ മെഡിറ്റേഷനിലെ ഫസ്റ്റ് അനുഭവത്തോടുകൂടി എന്നിൽ ആസ്മ പോയിരുന്നു. അലർജിയുടെ പ്രശ്നം മുഴുവനായും മാറിയിരിക്കുന്നു. അതൊക്കെ എവിടുന്നാ പഠിച്ചത്? മറ്റേ ഈ മൂക്കിന്റെ താഴെയുള്ള അത് ഞാന് എന്റെ രാവിലെ ഈ ഖുറാൻ പാരായണം കഴിയുമ്പോ ഫോണിലും കുറച്ച് ഖുറാനെ കുറിച്ചൊക്കെ കേൾക്കാം. അതിലൊരു സൂഫിസത്തിലാണ് അത് കേട്ടത്. എനിക്ക് എന്റെ ധാരണ എന്താ വെച്ചാൽ എനിക്ക് അലർജിയുടെ പ്രശ്നം മാറിയാൽ മതി എന്നുള്ളതിലാണ് ഞാൻ അതൊക്കെ പഠിച്ചു നോക്കിയത്. ഒരു ചക്ര കേന്ദ്രമാണ്. ഒരു എനർജി പോയിന്റ് ഉണ്ടെന്നും നെറ്റിയുടെ മധ്യഭാഗത്ത് കുറച്ച് തൊട്ട് ഉത്തേജിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പൊ ഞാൻ അതുപോലെയൊക്കെ ചെയ്ത് ഒരാഴ്ചയെ ചെയ്തുള്ളൂ. അപ്പോഴത്തേക്കും ഇതെല്ലാം വർക്കായിരുന്നു. ഇങ്ങനെ ഒരു വിഷനാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതിനുശേഷം ഇങ്ങനെ 1, 2, 3 എല്ലാം ഇങ്ങനെ അനുഭവങ്ങൾ വന്നു. ഞാൻ പറഞ്ഞ കടുത്ത നീല നിറം. ഇപ്പോഴും കണ്ണടച്ചിരുന്ന് പെട്ടെന്ന് ബോധം ഒരു ശൂന്യാവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഒറ്റ ഇതിൽ തന്നെ പോകുന്നു. ശാന്തമായി വരും. ചിന്തകളുടെ എണ്ണം കുറഞ്ഞു വരും. ചിന്തകളുടെ എണ്ണം കുറഞ്ഞ് അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് സാർ. ഞാനിന്ന് എന്റെ ബോധം തന്നെ എനിക്കില്ലാത്തൊരവസ്ഥ. ഞാൻ ഭൂമിയിലുള്ള ഒരാളാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ ഇരുന്നിട്ടുണ്ട്. അത് അങ്ങനെ അല്ല, നമ്മള് അതിനൊന്ന് ഒരു ചെറിയ മാറ്റം വരണം അവിടെ. നമ്മള് ജാഗ്രത കൂടുക. അതായത് മനസ്സിലെ ചിന്തകൾ കുറഞ്ഞു വരുമ്പോ നമ്മളെ എല്ലാം അറിയുന്ന ആളായിട്ടാണ് വരിക. ഭയങ്കര അവയർനെസ് ആണ് വരുന്നത്. ഉറങ്ങല്ല, അബോധത്തിലേക്കല്ല പോകുന്നത്. എല്ലാം അറിയുന്നു, പക്ഷെ ചിന്തയില്ല. അങ്ങനത്തെ ഒരു അങ്ങനെ ഉണ്ടാവണം സാർ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഇരിക്കുന്ന ആ ശൂന്യാവസ്ഥയില് ഞാൻ മനസ്സിലാക്കുന്ന ശൂന്യത്തിലാണ് ഇരിക്കണമെന്ന് പറയുന്നു. തിരിച്ചു പോരാൻ മനസ്സ് വരുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടാവും. തിരിച്ചു വരാൻ മനസ്സ് വരില്ല. ഇനി വേറൊരു രസമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ 3-ാം കണ്ണം പൂർണ്ണമായി ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സ് അവിടുന്ന് എടുക്കാൻ കഴിയില്ല. കണ്ണടച്ചു കഴിയുമ്പോ പിന്നെ നമുക്ക് കണ്ണ് തുറക്കാൻ ഭയങ്കര മടിയായിരിക്കും. അതെ, എനിക്ക് ആ ശൂന്യത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇതാണ് ഏറ്റവും സുഖമുള്ള ഒരു അവസ്ഥ എന്ന് മനസ്സിലാവുന്നത്. തിരിച്ച് ഈ ഭൗതികത്തിലേക്ക് വരണ്ടാന്ന് തോന്നുമ്പോഴത്തേക്ക് ഞാൻ വന്നിട്ടുണ്ടാവും. ആ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല കാര്യം. അപ്പൊ നിങ്ങളത് തുടരൂ. എന്നുവെച്ചാല് ധ്യാനം തുടരൂ. ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കണം. അത് നമ്മള് ധ്യാനത്തില് ആയിരിക്കണം ചൊല്ലുന്നത്. വെച്ചാല് അതിന്റെ അർത്ഥം, അതിന്റെ ആ ഭാവം അത് ഉൾക്കൊണ്ടിട്ട് അതിങ്ങനെ അത് ഫീലോടെയാണ് ചെയ്യാറ്. സുബ്ഹാനല്ലാ കൂടുതൽ തവണ അങ്ങനെ ഉരുവിടുമ്പോ ഞാനത് ഫീലോടെ, പരിശുദ്ധനായ ദൈവം അത് ഉള്ളിലെ ആത്മാവിനെയും പരിശുദ്ധമാക്കുന്നുള്ള ഫീലോടെയാണ് ഞാനത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തോണ്ടിരിക്കുക. അതന്നെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതില് ശ്രദ്ധിച്ചിട്ട് കൂടുതൽ വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചു പിടിക്കണം. ഇനി ലാilaha സുബ്ഹാനല്ലാഹ് ദിക്റുകളാണ് പറയാറ് കൂടുതൽ. ഇത് രണ്ടും പറയുമ്പോ ഞാൻ കരുതുന്നത് എന്റെ ഉള്ളിലെ ആത്മാവ് ശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധനായ റബ്ബിനെ പോലെ തന്നെ അത് റബ്ബിന്റെ അംശമാണല്ലോ, അള്ളാഹുവിന്റെ അംശമാണ് എന്റെ ഉള്ളിൽ. അപ്പൊ അതിനെയും ശുദ്ധമാക്കി വെക്കണം എന്ന്. പിന്നെ എന്റെ സ്വഭാവത്തിൽ അങ്ങനെയാണ് സാർ. സത്യസന്ധതയാണ് കൂടുതലും. നുണ പറയാൻ ഭയങ്കര മടിയാണ്. ഞാൻ പറയാറില്ല. ഉള്ള സ്വഭാവമാണ്. എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം അത് ചെയ്യുന്നു, എന്നോട് പോലും ചെയ്തവരുണ്ട്. പക്ഷെ തിരിച്ചു ചെയ്യാനോ അങ്ങനെ പകരം വിട്ടാണെന്ന് എനിക്ക് തോന്നാറില്ല. എനിക്ക് അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്റെ മന്ത്രസാധന 1-2 വീഡിയോ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എങ്ങനെയാണ് നമ്മള് മന്ത്രസാധന ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ. അത് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാം. ശരി സാർ. താങ്ക് യു സാർ. ഇത്ര നേരം